ഇതാണ് ഈ ലോകത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വുമൺ. കാണുമ്പോൾ ഭയങ്കര പ്രായമായിട്ടും പാവമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ചെയ്തത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹായ്, ഐ എം ശരത്. ദിസ് ഇസ് ഡേ 39 ഓഫ് 100 Days 100 Story സീരീസ്. സോ ഞാനിടുന്ന ഈ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യാം. 1923 അയോവയിൽ ഒരു സ്മോൾ ടൗണിലാണ് ലിൻഡ മേ ജനിച്ചത്. ലിൻഡയ്ക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ഫാം ഹൗസ് ഉണ്ട്. ആൻഡ് ആ ഒരു ഫാം ഹൗസിലാണ് ലിൻഡ ജീവിച്ചു വന്നിരുന്നത്. നെയ്ബേഴ്സിന്റെ അടുത്തൊക്കെ ലിൻഡ ഭയങ്കര കൈൻഡ് ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. അവരും ലിൻഡയെ ഭയങ്കര ക്വൈറ്റ് ആയിട്ട് തന്നെയാണ് എപ്പോഴും കാണാറ്. അപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. 1950 മുതൽ 1971 ഇടയിലായിട്ട് ഈ ഫാം ഹൗസിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ലിൻഡയുടെ കുറച്ച് നെയ്ബേഴ്സും ആ സൈഡിലോട്ട് വരുന്ന സെയിൽസ്മാൻസും ട്രാവലേഴ്സും ഈവൻ ഒരു പോലീസ് ഓഫീസർ വരെ മിസ്സായി. എല്ലാവരും വിചാരിച്ചിരുന്നത് വൈൽഡ് അനിമൽസ് അറ്റാക്ക് കാരണമാണ് ഇവര് കാണാതായെന്നാണ്. ബട്ട് 1972 ഒരു വലിയ സംഭവം നടന്നു. ലിൻഡയുടെ ഫാം ഹൗസ് തീപിടിച്ചു. അത് അണയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ഫയർ ഫൈറ്റേഴ്സ് അവിടെ ഒരു സീൽഡ് ആയിട്ടുള്ള വാൾ കണ്ടു. അത് പൊട്ടിച്ച് അകത്തോട്ട് പോയപ്പോഴാണ് എല്ലാവരും ഷോക്ക് ആവുന്ന ആ ഒരു കാഴ്ച കണ്ടത്. 5 മെറ്റൽ ചെയേഴ്സ് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയ്യും കാലും കെട്ടാനായിട്ടുള്ള സ്ട്രാപ്സും അവിടെ ഉള്ള സിങ്കിനകത്ത് ഡ്രൈ ബ്ലഡും ഒരു ഷെൽഫ് മുഴുവൻ ഗ്ലാസ് ജാറും. ആ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഹ്യൂമന്റെ ഇയേഴ്സും ഫിംഗേഴ്സും ബോഡി പാർട്സും എല്ലാം തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഷോക്കായ പോലീസ് ഓഫീസേഴ്സ് ലിൻഡനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ലിൻഡ ഭയങ്കര ചിരിച്ചിട്ട് തന്നെയായിരുന്നു നിന്നത്. ആൻഡ് ഇവിടെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ 17 പേരെ ക്രൂരമായിട്ട് കൊന്നിട്ടുണ്ട്. എന്നിട്ടും വെറും 7 പേരുടെ ബോഡി മാത്രമാണ് അവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. ബാക്കി 10 പേർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇന്നും ആർക്കും തന്നെ അറിയില്ല. ശേഷം ലിൻഡ 5 വർഷത്തിനകം ആ ഒരു ജയിലിൽ നിന്ന് തന്നെ മരിക്കുകയായിരുന്നു ചെയ്തത്. സോ ഇത്രയും പ്രായമായ ഒരാൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക.